21-ാം നൂറ്റാണ്ടിലും അന്ധവിശ്വാസങ്ങളുടെയും പ്രകൃതി ആചാരങ്ങളുടെയും പേരിൽ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളുടെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഗുജറാത്തിൽ നടന്ന സംഭവം. ഭർത്താവിനോടുള്ള വിശ്വസ്തത തെളിയിക്കുന്നതിനായി ഒരു യുവതിയെ തിളച്ച എണ്ണയിൽ കൈകൾ മുക്കാൻ നിർബന്ധിക്കുകയും ഈ ക്രൂരതയെ തുടർന്ന് അവർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തു. സെപ്റ്റംബർ 16-ന് വിജാപൂർ താലൂക്കിലെ ഗിരിറ്റ ഗ്രാമത്തിൽ നടന്ന ഈ സംഭവം വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തിൽ പോലും അന്ധവിശ്വാസങ്ങൾ എത്ര ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നു. 30 വയസ്സുള്ള യുവതിയാണ് ഈ ദാരുണ സംഭവത്തിന് ഇരയായത്. യുവതിയുടെ ഭർത്താവിന്റെ സഹോദരി ജമുന താക്കൂർ, അവരുടെ ഭർത്താവ് മനുഭായ് താക്കൂർ കൂടാതെ മറ്റ് 2 പുരുഷന്മാർ എന്നിവരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. യുവതിക്ക് ഭർത്താവിനോട് വിശ്വസ്തതയില്ലെന്ന് ജമുന സംശയിച്ചിരുന്നു. ഈ സംശയം തീർക്കുന്നതിനായി ജമുനയും കൂട്ടരും ചേർന്ന് യുവതി അഗ്നിപരീക്ഷയ്ക്ക് വിധേയയാക്കാൻ തീരുമാനിച്ചു. ഒരു വ്യക്തി തന്റെ സത്യസന്ധത തെളിയിക്കുന്നതിനായി അപകടകരമായ ഒരു പരീക്ഷണം നടത്തുകയെന്നത് പ്രാചീന കാലത്തെ ഒരു ആചാരമാണ്. ഈ ആധുനിക കാലത്തും അത്തരം ക്രൂരമായ ഒരു ആചാരം നടപ്പിലാക്കിയതാണ് ഈ സംഭവത്തെ കൂടുതൽ ഭീകരമാക്കുന്നത്. ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. വീഡിയോയിൽ തിളച്ച എണ്ണയിൽ കൈകൾ മുക്കാൻ ഒരു സ്ത്രീയും 3 പുരുഷന്മാരും ചേർന്ന് യുവതിയെ നിർബന്ധിക്കുന്നത് വ്യക്തമാണ്. യുവതി വേദനയോടെ വിരലുകൾ എണ്ണയിൽ മുക്കുകയും പൊള്ളലേറ്റ ഉടൻ തന്നെ കൈ പിൻവലിക്കുകയും ചെയ്യുന്നു. ഈ ദൃശ്യങ്ങൾ ആരുടെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. വേദനയിൽ പുളയുന്ന യുവതിയുടെ നിസ്സഹായത വീഡിയോയിൽ കാണാം. യുവതി പതിവ്രതയാണെങ്കിൽ തിളച്ച എണ്ണയിൽ കൈമുക്കിയാലും പൊള്ളലേൽക്കില്ലെന്ന് ഈ സംഘം യുവതിയോട് പറഞ്ഞതായി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ദിനേശ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ മനുഷ്യ മനസ്സ് എത്രത്തോളം ക്രൂരമാകാം എന്നതിന്റെ ഉദാഹരണമാണിത്. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജമുന താക്കൂർ, മനുഭായ് താക്കൂർ കൂടാതെ മറ്റ് 2 പേർ എന്നിവർക്കെതിരെ വിജാപൂർ പോലീസ് കേസെടുത്തു. പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത് നിയമങ്ങൾ ഉണ്ടായിട്ടും അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നുവെന്നാണ്. രാജ്യത്ത് അന്ധവിശ്വാസങ്ങൾക്കും ദുർമന്ത്രവാദങ്ങൾക്കുമെതിരെ കർശനമായ നിയമങ്ങളുമുണ്ട്. എങ്കിലും വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഇത്തരം പ്രാകൃത ആചാരങ്ങളിൽ വിശ്വസിക്കുന്നുവെന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുമുണ്ട്. സമൂഹത്തിന്റെ എല്ലാ തുറകളിലും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത്. വിദ്യാഭ്യാസം മാത്രം കൊണ്ട് അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. ശാസ്ത്രീയ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും യുക്തിക്ക് നിരക്കാത്ത ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം സമൂഹത്തിന് നൽകുകയും വേണം. ഈ സംഭവം സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പാതിവൃത്യം തെളിയിക്കാൻ ഒരു സ്ത്രീയെ ഇത്തരം പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നത് സ്ത്രീകളെ 2ാം തരം പൗരന്മാരായി കാണുന്നതിന്റെ പ്രതിഫലനമാണ്. ഭർത്താവിനോടുള്ള വിശ്വസ്തത സംശയിക്കപ്പെടുമ്പോൾ പോലും അതിനെ നേരിടാൻ ഇത്തരം പ്രാകൃത മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് സ്ത്രീകളെ ഇന്നും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളായി കണക്കാക്കുന്നതിന് സൂചനയാണ്. ഇന്ത്യൻ നിയമങ്ങൾ സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പു നൽകുന്നുണ്ട്. എന്നിട്ടും ഇത്തരം ക്രൂരതകൾ നടക്കുന്നതിന് കാരണം നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അവ നടപ്പിലാക്കുന്നതിലെ വീഴ്ചകളുമാണ്. സമൂഹത്തിലെ ലിംഗപരമായ അസമത്വങ്ങളും പുരുഷാധിപത്യ ചിന്താഗതികളും ഇത്തരം സംഭവങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഈ സംഭവത്തിൽ പ്രതികൾക്കെതിരെ എടുത്ത കേസ് ശക്തമായൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു ദയയുമില്ലാതെ ശിക്ഷ നൽകിയാൽ മാത്രമേ ഇതൊരു പരിധിവരെ തടയാൻ സാധിക്കൂ. അഗ്നിപരീക്ഷ എന്നത് ലോകത്തിലെ പല പുരാതന സംസ്കാരങ്ങളിലും നിലനിന്നിരുന്ന ഒരു ആചാരമാണ്. വ്യക്തിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി തീ, വെള്ളം, ചൂടുള്ള എണ്ണ എന്നിവ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഈ ആചാരം പലപ്പോഴും സ്ത്രീകളുടെ ചാരിത്രം തെളിയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിഹാസ കാവ്യമായ രാമായണത്തിൽ സീത തന്റെ ചാരിത്രം തെളിയിക്കുന്നതിനായി അഗ്നിപ്രവേശനം നടത്തിയത് ഇതിന് ഉദാഹരണമാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം പ്രാകൃത ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. സാക്ഷരതയും വിദ്യാഭ്യാസം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് വലിയ സാമൂഹിക പ്രശ്നമാണ്. ഇത് സമൂഹത്തിന്റെ മാനസിക നിലവാരത്തെയും ബോധത്തെയും ചോദ്യം ചെയ്യുന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം നിർമ്മിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. സർക്കാർ, സന്നദ്ധ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം ദുരാചാരങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കൂ. ഈ സംഭവം വെറും ഒരു പ്രാദേശിക വാർത്തയല്ല, മറിച്ച് ഇന്ത്യയിലെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടേണ്ട ഒരു സംഭവമാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും ശിക്ഷിക്കുന്നതിനും പുറമെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാമൂഹിക തലത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതും അത്യാവശ്യമാണ്.